നമസ്കാരം. നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രോട്ടീൻ്റെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട് രക്തത്തിൽ വന്നു ചേരുന്ന പ്രധാനപ്പെട്ട ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് ക്രിയാറ്റിനിൻ. സാധാരണ ഈ ക്രിയാറ്റിനിനെ കിഡ്നികൾ അരിച്ചെടുത്ത് മൂത്രത്തിൽ കൂടെ പുറന്തള്ളുകയാണ് പതിവ്. എന്നാൽ കിഡ്നിയുടെ ഫംഗ്ഷൻ ശരിയായി നടക്കാതെ വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അമിതമായിട്ടുള്ള ഉപഭോഗത്തിൽ ക്രിയാറ്റിനിൻ്റെ അംശം ബ്ലഡിൽ കൂടുന്നു. ക്രിയാറ്റിനിൻ രക്തത്തിൽ കൂടുന്നത് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നുണ്ട്. പ്രഷർ കൂടാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നു, അമിതമായിട്ടുള്ള ക്ഷീണം, അതുപോലെ ജോയിൻറ്റ് പെയിൻ, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, കാൽപാദങ്ങളിൽ വേദനയും നീര് വരുന്ന അവസ്ഥയും, മസിൽ ക്രാംനെസ്, ഇതൊക്കെ ക്രിയാറ്റിനിൻ്റെ അംശം കൂടുന്നത് കൊണ്ട് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ ക്രിയാറ്റിനിൻ രക്തത്തിൽ കുറയ്ക്കുന്ന 5 നാച്ചുറൽ റെമഡീസാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. രാവിലെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ 3 ഡ്രോപ്സ് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കുടിക്കുക. ഇങ്ങനെ 2 ഗ്ലാസ് വേണമെങ്കിൽ കുടിക്കാം. അതിനുശേഷം മസിൽസിന് റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലുള്ള ലൈറ്റായിട്ടുള്ള ഈ എക്സർസൈസുകൾ ചെയ്യണം. ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലുള്ളവർ ഹാർഡായിട്ടുള്ള എക്സർസൈസ് ഒഴിവാക്കണം. ശരീരത്തിന് ഒരു റിലാക്സേഷൻ കിട്ടുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ, മസിൽസിന് ഒരു അയവ് കിട്ടുന്ന രീതിയിലുള്ള വ്യായാമങ്ങളാണ് ക്രിയാറ്റിനിൻ കുറയ്ക്കാനായിട്ട് വേണ്ടത്. അതിനുവേണ്ടി യോഗ തെറാപ്പി ചെയ്യാം, സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യാം, ബെൻഡിങ് എക്സർസൈസ് ചെയ്യാം. അതുപോലെ കുറേ ദൂരം നടന്നതിന് ശേഷം വന്ന് ചെയ്യുന്ന ലൈറ്റായിട്ടുള്ള എയറോബിക് എക്സർസൈസുകൾ എല്ലാം തന്നെ കിഡ്നിയുടെ ഫംഗ്ഷനും അതുപോലെ ക്രിയാറ്റിനിൻ കുറയ്ക്കാനും നല്ലതാണ്. അതുപോലെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം നോൺ വെജ് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ പാലും പാൽ ഉൽപ്പന്നങ്ങളും കുറേ ദിവസത്തേക്ക് ഒഴിവാക്കുക. ഉപ്പിൻ്റെ ഉപഭോഗം മാക്സിമം കുറയ്ക്കുക. അതുപോലെ ഭക്ഷണത്തിനകത്ത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ ആപ്പിൾ, പോമോഗ്രാനൈറ്റ്, വാട്ടർമെലൺ, പൈനാപ്പിൾ, പപ്പായ, ഇതൊക്കെ തന്നെ എല്ലാ ദിവസവും ആഹാരത്തിനകത്ത് ഉൾപ്പെടുത്തുന്നത് ക്രിയാറ്റിനിൻ്റെ അളവ് കുറയാൻ കാരണമാകും. അതുപോലെ എല്ലാ ദിവസവും ഊണ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുക്കുംബർ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നോക്കണം. അതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാൻ എല്ലാ ദിവസവും നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ ക്വാളിറ്റി സ്ലീപ്പ്, ഉറക്കം ഏറ്റവും പ്രധാനമാണ്. യഥാർത്ഥത്തിൽ നല്ല ഉറക്കത്തിലാണ് കിഡ്നി ഏറ്റവും കൂടുതൽ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന ജോലിയിൽ ഏർപ്പെടുന്നത്. അതുപോലെ സോഡിയം, പൊട്ടാസ്യം, ഇത് 2 ക്രിയാറ്റിനിൻ്റെ അളവിനെ കൂട്ടുന്നതാണ്. അതുകൊണ്ട് ഉപ്പ് മാക്സിമം കുറയ്ക്കണം. അതുപോലെ ഏത്തപ്പഴം മാക്സിമം ഒഴിവാക്കുക. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടെൻഷൻ മാക്സിമം ഒഴിവാക്കുക. അമിതമായിട്ടുള്ള സ്ട്രെസ് രക്തത്തിൽ മാലിന്യത്തിൻ്റെ അളവിനെ കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും കോർട്ടിസോൾ, അഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകൾ രക്തത്തിൽ അമിതമായിട്ട് വരുന്നത് ഈ ക്രിയാറ്റിനിൻ്റെ അളവിനെ കൂട്ടുന്നുണ്ട്. മാത്രമല്ല ഇത് രക്തശുദ്ധീകരണത്തിന് ഒരു തടസ്സമാവുകയും ചെയ്യും. അത് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. ഈ ഫിസിക്കൽ സ്ട്രെസ്സും മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ കൂടുതലുള്ള സമയത്ത് യൂറിൻ്റെ സ്മെല്ലിന്, അതുപോലെ വിയർപ്പിൻ്റെ സ്മെല്ലിനൊക്കെ ഒരു വ്യത്യാസം വരും. തന്നെയല്ല ഈ മാനസിക സംഘർഷത്തിൽ കൂടിയും ഈ ആഹാരത്തിൽ കൂടിയൊക്കെ വരുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് രക്തത്തിൽ കൂടുമ്പോൾ അതിനെ ശുദ്ധീകരിക്കാനായിട്ട് കിഡ്നിക്ക് ഓവർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഈ ബെൻഡിങ് എക്സർസൈസ് ചെയ്യുന്നത്, അതുപോലെ സ്ട്രെച്ചിങ് എക്സർസൈസ് ചെയ്യുന്നത് കിഡ്നിയുടെ ഫംഗ്ഷന് നല്ലതാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡീപ് ബ്രീത്തിങ് റിലാക്സേഷൻ എക്സർസൈസാണ്. ഇത് നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുക മാത്രമല്ല, ശരീരത്തിൻ്റെ മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നട്ടല് നിവർന്നിരുന്ന് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് അനുലോമ വിലോമ പ്രാണായാമം ചെയ്യാം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ രക്തത്തിൽ മാലിന്യം കൂടുതലായിട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.